പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുന്നു. ഇന്ന് നമ്മൾ രണ്ട് വചനഭാഗങ്ങൾ എടുത്ത് നമ്മുടെ ദൈവം ആരാണ് എന്ന് ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. രണ്ട് വചനഭാഗങ്ങൾ ഏതാണ്ട് ഒരുപോലെ ദൈവം ആരെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ്. ഒന്നാമത്തെ വചനം സങ്കീർത്തനം 103 8-ാമത്തെ വചനവും, രണ്ടാമത്തെ വചനം സങ്കീർത്തനം 145 8-ാമത്തെ വചനവും. ഈ രണ്ട് വചനങ്ങൾ ഏതാണ്ട് ഒരുപോലെ ദൈവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 103 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം കാരുണ്യവാനായ ദൈവമാണ്. രണ്ടാമത്തെ വചനം സങ്കീർത്തനം 145 8-ാമത്തെ വചനം, കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ഈ രണ്ട് ലിസ്റ്റിലും ഓരോ പദങ്ങൾ മാറി വരുന്നതേ ഉള്ളൂ. ഒരിടത്ത് ആർദ്രഹൃദയൻ എന്ന് പറഞ്ഞിരിക്കുന്നു, മറ്റൊരിടത്ത് കൃപാലു എന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന രണ്ട് വചനങ്ങളായിട്ട് ഈ വചനങ്ങളെ നമുക്ക് കാണാം. നമുക്കറിയാം, പല രീതിയിലുള്ള അറിവ് നമുക്ക് സമ്പാദിക്കാം, ബൗദ്ധിക ജ്ഞാനം നമുക്ക് ഏറ്റെടുക്കാം. പക്ഷേ വചനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സുഭാഷിതങ്ങൾ 9:10 അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്, ഏറ്റവും ആവശ്യമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതാണ്. പരിശുദ്ധനായവൻ എന്ന് പറയുമ്പോൾ ദൈവം, ഈ ദൈവത്തെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവെന്ന് ദൈവവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വചനങ്ങളിലൂടെ നമ്മുടെ ദൈവത്തെ ആഴമായിട്ട് അറിഞ്ഞ് ആ ദൈവത്തെ അനുഭവിച്ച് ആ ദൈവത്തിൻ്റെ സ്വന്തമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ രണ്ട് വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവം ആർദ്രഹൃദയനാണ്. സങ്കീർത്തനം 103 അതിൻ്റെ 8-ാമത്തെ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ്, നമ്മുടെ ദൈവം ആർദ്രഹൃദയനാണ്. ഇതേക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന മറ്റേതാനും വചനങ്ങൾ കൂടി ഇതോടൊപ്പം ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. ജെറമിയയുടെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം, ജെറമിയ 31:3 ദൈവം ആർദ്രഹൃദയനാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ജനമേ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, നിങ്ങളോടുള്ള എൻ്റെ വിശ്വസ്തത അചഞ്ചലവുമാണ്. അനന്തമായ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് ദൈവം ആർദ്രഹൃദയൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. യെശയ്യാ 55 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാണിക്കുന്നു. വല്ലപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ എളുപ്പമാണ്. പക്ഷേ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്ഥിരമായ സ്നേഹം. ദൈവം ഒരിക്കലും തൻ്റെ സ്നേഹം പിൻവലിക്കുന്നില്ല, സ്നേഹത്തിൽ നിന്ന് പിന്മാറുന്നില്ല. സ്ഥിരമായ സ്നേഹം, അതാണ് യെശയ്യാ 55 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ജെറമിയയുടെ പുസ്തകം 31 20-ാമത്തെ വചനം വായിച്ചാൽ, യാക്കോബിനെ വിളിച്ച് ദൈവം പറയുന്നൊരു കാര്യം, നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം തുടിപ്പുള്ള ഒരു ഹൃദയമാണ്. നമ്മളെ കാണുമ്പോൾ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ആ ഹൃദയം തുടിക്കുന്നു. ഇതെല്ലാം ചേർത്താണ് നമുക്ക് പറയാൻ സാധിക്കുക, ദൈവം ആർദ്രഹൃദയനാണ്. നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ മക്കൾക്കുണ്ടായിരിക്കേണ്ടതും
ആർദ്ര ഹൃദയമാണ്. കാരണം ദൈവം തന്നെ ഛായയിൽ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം, നമ്മുടെ വ്യക്തിത്വം അതെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ വ്യക്തിത്വവും ദൈവത്തിൻ്റെ മനോഭാവവുമായിട്ട് ചേർന്ന് പോകണം. ഇനി അതിന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. എങ്ങനെയാണ് നമുക്ക് ആർദ്ര ഹൃദയമുള്ളവരായിട്ട് മാറാൻ സാധിക്കുക? ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം എടുത്താൽ മതി. നമ്മുടെയും ദൈവത്തോടുള്ള സ്നേഹം സ്ഥിരമായിരിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത സ്ഥിരമായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ സ്നേഹത്തിന്, നമ്മുടെ ശുശ്രൂഷയ്ക്കൊക്കെ ഒരു സ്ഥിരത ഉണ്ടാകണം. ഇവിടെ നമ്മൾ കാണുകയാണ് ഹോസിയ 6:4, നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണല്ലോ. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വെയിൽ വരുമ്പോൾ അത് അപ്രത്യക്ഷമാകും. അങ്ങനെ അപ്രത്യക്ഷമാകേണ്ടതല്ല ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എന്ന് നാം തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കണം. പ്രഭാഷകൻ 2-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്രകാരമാണ്, നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. വക്രതയില്ലാത്ത, ചഞ്ചലിക്കാത്ത ഹൃദയം, അതാണ് ആർദ്ര ഹൃദയം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. മൂന്നാമത്തെ കാര്യം, സുഭാഷിതങ്ങൾ 23:15 നമ്മൾ കാണുന്നുണ്ട്, പഠിപ്പുള്ളൊരു ഹൃദയം, ജ്ഞാനമുള്ള ഒരു ഹൃദയം, അതായിരിക്കണം നമ്മുടെയും ഹൃദയം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഹൃദയം കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദിക്കും. നമ്മളെ കാണുമ്പോൾ ദൈവത്തിന് ആനന്ദമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ജ്ഞാനമുള്ള ഹൃദയമായി മാറണം. അതിനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ്, ദൈവം കാരുണ്യവാനായ ദൈവം. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഏതാനും വചനങ്ങൾ മാത്രം നമുക്ക് അതുമായി ബന്ധപ്പെട്ടതെടുക്കാം. പ്രഭാഷകൻ 5:6, കർത്താവിൻ്റെ കാരുണ്യം നിസ്സീമമാണ്. സങ്കീർത്തനം 17, 6-7 വചനങ്ങൾ, കർത്താവിൻ്റെ കാരുണ്യം വിസ്മയകരമാണ്. സങ്കീർത്തനം 36:7, കർത്താവിൻ്റെ കാരുണ്യം അമൂല്യമാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം അത് മനസ്സിലാക്കാൻ 2-3 വചനഭാഗങ്ങൾ നമ്മൾ എടുത്താൽ മതി. അപ്പോഴാണ് ദൈവമക്കളുടെ പദവി അലങ്കരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. ഒന്ന്, മത്തായി 18:33, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം, കൊളോസസ് 4:6 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സംസാരത്തിൽ നമ്മൾ കരുണയുള്ളവരായി മാറണം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് നൽകുന്ന ഒരു കിരീടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 103, 4-ാമത്തെ വചനം, കരുണ നിന്റെ കിരീടമായിട്ട് ഞാൻ നിന്നെ അണിയിക്കും. ഒരു മകുടം പോലെ ആ കരുണ നിന്നെ അണിയിക്കും എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവം ക്ഷമാശീലനായ ദൈവമാണ്. ക്ഷമാശീലൻ. നെഹെമ്യ 9:17 വായിച്ചാൽ, കർത്താവ് ക്ഷമിക്കാൻ സന്നദ്ധൻ, ദയാലു, കൃപാനിധി, ക്ഷമാശീലൻ. ഈ കാര്യങ്ങളെല്ലാം നെഹെമ്യ 9:17 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. സങ്കീർത്തനം 86:15 വായിച്ചാൽ നമ്മൾ ഈ കണ്ട 4 കാര്യങ്ങളോട് ചേർത്ത് മറ്റു ചിലത് കൂടി പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവൻ സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. കർത്താവ് ക്ഷമിക്കാൻ സന്നദ്ധൻ, ദയാലു, കൃപാനിധി, ക്ഷമാശീലൻ. സുഭാഷിതങ്ങൾ 16:32 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമാശീലമുള്ളവർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്കും ഭാഗ്യപ്പെട്ടവരായി മാറാൻ സാധിക്കണം. ദൈവമക്കളായി നമ്മൾ ഈ ഒരു മേഖലയിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, നല്ലതാണ്. ഒന്ന്, മത്തായി 18:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവരായിട്ട് ദൈവമക്കൾ മാറണം.
രണ്ടാമത്തെ കാര്യം അറിയാൻ പ്രഭാഷകൻ 28-ന്റെ 3-ാമത്തെ വചനം വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, അയൽക്കാരോട് പകവെച്ച് പുലർത്തിയാൽ നിനക്കെങ്ങനെ കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് അയൽക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള കടമയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. 4-ാമത്തെ കാര്യമാണ് അവസാനത്തെ കാര്യം. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം സ്നേഹനിധിയാണ്. നമുക്കറിയാം 1 യോഹന്നാൻ 4:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദൈവം സ്നേഹമാണ്. പറയുണ്ട്, ഈ സ്നേഹനിധിയായ ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ കാരുണ്യം പ്രാപിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. യെശയ്യായുടെ പുസ്തകം 54:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, പക്ഷെ എൻ്റെ അചഞ്ചല സ്നേഹം ഒരിക്കലും നിന്നെ വിട്ടുപിരിയുകയില്ല. മാത്രമല്ല, ദൈവമക്കളായി നമ്മൾ ദൈവമക്കളാണെന്ന് തെളിയിക്കേണ്ട ഏതാനും ചില വചനഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 1 യോഹന്നാൻ 4:8 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിഞ്ഞവരാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടത് സ്നേഹിക്കുന്നതിലൂടെയാണ്. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. യോഹന്നാൻ 13:35 വായിച്ചാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേണം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന്, ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർ അറിയാൻ. അവസാനമായിട്ട് യോഹന്നാൻ 15:12 വായിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ പ്രാർത്ഥിക്കാം. ദൈവകരുണയെ ധ്യാനിച്ച് നമുക്ക് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം നിറവേറ്റി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,